കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ കളക്ടർ വിളിച്ച യോഗം ഇന്ന് നടക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ കണ്ട പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടന്നത്. ഇന്ന് ഈ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുമോ? നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ ഇതിലൊരു വാട്ടർ അതോറിറ്റിയും ഈ മെട്രോ അധികൃതരും തമ്മിലൊരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്ന് കളക്ടറുടെ യോഗത്തിൽ കാണാൻ കഴിയുമോ? ആമ്പിളി, തീർച്ചയായും കാക്കനാട് ഭാഗത്തേക്കുള്ള മെട്രോ റെയിലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മുൻപും പലതവണ ഈ തൂണുകൾക്ക് വേണ്ടിയുള്ള പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നു. ഇതേ തുടർന്ന് ഈ കൊച്ചി നഗരത്തിലും അതേപോലെ തന്നെ ചേരാനെല്ലൂർ പഞ്ചായത്തിലെ വലിയൊരു പ്രദേശത്തും കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഇതേപോലെ തന്നെ പൈലിംഗ് ജോലികൾക്കിടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. ഇവിടെ 300 mm കാസ്റ്റ് ആൻഡ് പൈപ്പ് വഴിയാണ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഇത് ജോയിൻ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതിന് ലേത്തിൽ നിന്നും പ്രത്യേകം ജോയിൻ്റർ കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേറെ കാലതാമസം നേരിടും. കാരണം ഇതിൻ്റെ അളവെടുത്ത് കൃത്യമായി എത്ര നീളത്തിലാണ് എത്ര വ്യാസത്തിലാണ് എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് അളവെടുത്ത് വേണം ഇതിൻ്റെ ജോയിൻ്റർ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇത് ജോയിൻ ചെയ്യാൻ. ഇത് വെള്ളിയാഴ്ച പൊട്ടിയ പൈപ്പ് തിങ്കളാഴ്ച രാവിലെയാണ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇത് കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ജലവിതരണം വീണ്ടും പമ്പിംഗ് പുനരാരംഭിച്ചത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇവിടെ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കലൂർ സ്റ്റേഡിയത്തിന് സമീപമാണ്. മുൻപ് പാലാരിവട്ടം സെൻറ് മാർട്ടിൻ പള്ളിക്ക് മുമ്പിലാണ് സമീപത്താണ് പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ കലൂർ സ്റ്റേഡിയത്തിന് സമീപത്താണ് പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതേ തുടർന്ന് പമ്പിംഗ് നടക്കുന്ന സമയത്തായിരുന്നതിനാൽ ജലം ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുകയും ഈ സ്റ്റേഡിയത്തിന് സമീപത്ത് റോഡിലായി വലിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ 3 ദിവസമായി വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അവർ പല രീതിയിൽ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളമൊക്കെ തീരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവർ കലൂർ സ്റ്റേഡിയത്തിന് സമീപം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഉമാ തോമസ് MLAയും പുതുതായി കൊച്ചി കോർപ്പറേഷനിലേക്ക് വിജയിച്ചു വന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവരും സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്ന് ഇവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടർ ആളുകളുമായി സംസാരിക്കുകയും തുടർന്ന് വാട്ടർ അതോറിറ്റിയും അതേപോലെ തന്നെ കൊച്ചി മെട്രോ റെയിൽ അധികൃതരുമായും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് യോഗം വിളിച്ചു ചേർക്കുമെന്ന് അറിയിച്ചു. അപ്പോഴും ജനങ്ങളുടെ ഒരു പ്രശ്നം, ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങുന്നു. 3 ദിവസമായി വെള്ളമില്ലായിരുന്നു. 4ാം ദിവസം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീണ്ടും പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇത് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, കൊച്ചിയിൽ ഈ നഗരപരിസരത്ത് പലയിടത്തും ശുദ്ധജലം കിട്ടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ആളുകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അപ്പോൾ അമ്പിളി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് കൊച്ചി മെട്രോ റെയിലും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെയല്ല. വാട്ടർ അതോറിറ്റി കൃത്യമായി സൂചന നൽകിയിരുന്നു. മുൻപും കൊച്ചി മെട്രോ റെയിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുകൂടെ വലിയ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പൈലിംഗ് ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ ഈ പൈപ്പ് ലൈൻ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകും, കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് മുൻപ് തന്നെ വാട്ടർ അതോറിറ്റി കൊച്ചി മെട്രോ റെയിൽ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിൻ്റെ സ്കെച്ചും പ്ലാനും കാര്യങ്ങളെല്ലാം ഇവർ നൽകിയിരുന്നതാണ്. എന്നാൽ ഇത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പൈലിംഗ് ജോലികൾ നടത്തുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്, ഈ പൈപ്പ് ലൈൻ തുടർച്ചയായി പൊട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ജനങ്ങൾ ഇന്നലെ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ഇത് യാത്രക്കാർക്ക് അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തുകയും ജില്ലാ കളക്ടർ നേരിട്ടെത്തി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ, അതായത് കൊച്ചി മെട്രോ റെയിൽ, അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി, KSEB അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 യോഗം നടക്കും. ഇത് കളക്ടറേറ്റിൽ നടക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇനിയും ഇത്തരത്തിൽ പ്രശ്നം ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കാര്യം മാധ്യമങ്ങളുമായും ജില്ലാ കളക്ടർ പങ്കുവച്ചു. ഏതായാലും ഇന്ന് രാവിലെ യോഗം നടക്കും. ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം വിശദമായി ചർച്ച ചെയ്യും. ഉമാ തോമസ് അടക്കമുള്ള MLAമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒക്കെ ഈ യോഗത്തിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും കുടിവെള്ള വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ
താൽക്കാലികമായി ഇവിടെ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന് വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇതിന് വേണ്ട തുക കൊച്ചി മെട്രോ റെയിൽ അധികൃതർ ഇതിനു വേണ്ട തുക വകയിരുത്തുമെന്നാണ് നമുക്ക് ഇന്നലെ കളക്ടർ നമ്മളോട് വിവരം പങ്കുവച്ചത്. ഏതായാലും ഒരു താൽക്കാലിക പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം ഇന്ന് നടക്കുന്ന യോഗത്തോടെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമ്പിളി. ശരി, കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ കളക്ടർ വിളിച്ച യോഗം ഇന്ന് നടക്കും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കുടിവെള്ളം അടക്കം മുടങ്ങിയ സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമോ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ്.